ഹായ് ഓൾ, വെൽക്കം അവർ ചാനൽ. ഞാനിന്ന് നല്ലൊരു സൂപ്പർ മട്ടൺ കുറുമയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മട്ടൺ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒരു 4 വിസിലിട്ടാൽ മതിയാകും. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതം പോലെ ഇരിക്കും. ഇനി ജാറെടുത്ത് നമുക്കതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ കടായിൽ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഇതുപോലെ 3 ചെറിയ സവോള ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചി 4 വിസിലിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറുമ വയ്ക്കുമ്പോൾ ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയാണ് ഞാൻ മസാലയായിട്ട് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ കുറുമ വയ്ക്കുമ്പോൾ മുളക് പൊടി ചേർക്കാറില്ല. ഇനി നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാനൊരു 10-20 കാഷ്യൂ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി തേങ്ങ അതും കൂടെ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്താ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടായിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി നല്ല സോഫ്റ്റ് ആകുന്നവരെ വെന്താൽ മാത്രമേ ഈ കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ല മയമായിട്ട് വേകണം. ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഒഴിച്ച് ഇതൊന്ന് കറക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും തിളയ്ക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കഴുകി കഴുകി ഇച്ചിരി വെള്ളമൊഴിച്ച് തന്നെ കഴുകിയിട്ടാണ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴിക്കുന്നതിന് വേണ്ടി ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. മൈദപ്പൊടി കൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഒരു 3 പാത്രം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പരത്തുന്നതിന് വേണ്ടി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടിയും ഇത് നെയ്യും ഉപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം പൊടിയിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തിളച്ച വെള്ളമാണിത്. ഇത് കൈകൊണ്ട് കുഴയ്ക്കാൻ പാടില്ല. തിളച്ച വെള്ളം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്യണം. ചപ്പാത്തി നല്ല മയത്തിന് നല്ല സോഫ്റ്റായി കിട്ടും. ഇതുപോലെ നമ്മൾ തേച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ പാകത്തിന് ഞാൻ ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് ബോളുകളായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. ഇതുപോലെ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. കടയിൽ നിന്ന് പൊറോട്ട വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റായിരുന്നു ഈ ചപ്പാത്തിയും ഈ കുറുമക്കറിയും. അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.